അസ്സാം വലൈക്കും. ഞാനിപ്പോൾ ഉള്ളത് ഇന്തോനേഷ്യയിലെ ക്ലാറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത്. ആ, ഒരു ഒരു നദിയാണിത്, ഒരു ഒഴുകുന്ന നദിയാണ്. പക്ഷേ ഒരു നദിയെ അവർ ഒഴുകാൻ അങ്ങനെ സമ്മതിക്കൂല, വെറുതെ ഒഴുകാൻ സമ്മതിക്കൂല. ആ സ്ഥലത്തെ ഒരു ടൂറിസത്തിന് പറ്റിയ സ്ഥലമാക്കി മാറ്റിയെടുക്കും. അതിന് വേണ്ട സാധനങ്ങൾ ഇപ്പോൾ ഇവിടെ കണ്ടില്ല ഞങ്ങൾ. ഭക്ഷണം കഴിക്കാനും അതുപോലെ വെള്ളം കുടിക്കാനും അതുപോലെ മറ്റ് കളിക്കാനുള്ള സ്ഥലങ്ങൾ, ഒരുപാട് റൈഡുകള്, അതുപോലെ വ്യത്യസ്ത ആഴത്തിലുള്ള സ്വിമ്മിംഗ് പൂളുകളൊക്കെ തയ്യാറാക്കിയിട്ട് അതൊരു ടൂറിസത്തിന്റെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാക്കിയിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട്. വെറും 10,000 റുപ്യ, അഥവാ നമ്മുടെ നാട്ടിലെ 55 രൂപ മാത്രമാണ് ഇങ്ങോട്ടുള്ള പ്രവേശന ടിക്കറ്റിന്റെ ചാർജ് വരുന്നത്. ക്ലാറ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അടിപൊളിയാണെന്ന് പറഞ്ഞാൽ ഇന്തോനേഷ്യൻ ടൂറിസം എങ്ങനെയാണ് ഇത്ര ക്ലിക്ക് ആവുന്നത് എന്നുള്ളതിന്റെ ഒരു കാരണം, ഒന്ന്, അവർക്ക് ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്, ഒരുപാട് നല്ല ഭംഗിയുള്ള പർവ്വതങ്ങള്, അതിനേക്കാൾ ഭംഗിയുള്ള നല്ല സീഷോറുകൾ അവർക്കുണ്ട്. പക്ഷെ എന്നാൽ പോലും അത്ര ഒന്നും ഭംഗിയില്ലാത്ത സ്ഥലങ്ങളും അവർ നല്ല അടിപൊളിയായിട്ട് ക്രിയേറ്റീവായിട്ട് ക്രമീകരിക്കുന്നു എന്നതാണ് ഇന്തോനേഷ്യയുടെ ടൂറിസം ഇത്ര വിജയിക്കാനുള്ള കാരണം. ഇപ്പൊ എന്റെ ബാക്കിൽ നിന്ന് നോക്കിയാൽ കാണാം. ഇതിന്റെ ബാക്കി കാഴ്ചകളിലേക്ക് പോകുന്നത് അതിന്റെ ഒരു ഏറ്റവും ലാസ്റ്റ് ഭാഗത്താണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. സ്വിമ്മിംഗ് പൂളുകളായിട്ടും അല്ലാത്തായിട്ടും ഒരുപാട് നല്ല രസമുള്ള സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട്, നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു സാധാ ഒഴുകുന്ന ഒരു നദിയാണ്. ഇപ്പൊ നമ്മളെ കോഴിക്കോട് ജില്ലയിലൊക്കെ ഒരുപാട് ഭാഗത്ത് ഇതുപോലത്തെ നദികൾ കാണാം. ഇങ്ങനെ നല്ല കല്ലുകളുള്ള ഒരുപാട് നദികൾ ഒഴുകും. ആ നദികളാണ് അവർ ഇത്രയും ക്രിയേറ്റീവായിട്ട് നല്ല അടിപൊളി വൈബിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. അതാണ് ഇന്തോനേഷ്യന്റെ ടൂറിസത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ നമുക്ക് ഈ സ്ഥലത്തിന്റെ കൂടുതൽ വിശേഷങ്ങൾ കാണാം. ഇതിന്റെ അപ്പൊ നാമ ഞാൻ തക്കശി നാമ തായാലൂപ്പ ഉമ്പുൽ മാൻറ്റൻ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ബാക്കി ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ നമ്മളൊരു വെള്ളം ജ്യൂസുകൾ ഓർഡർ ചെയ്തിരുന്നു, എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് കുടിച്ചിട്ട് നീന്തണം, പിന്നെ ബാക്കി രസമുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം. കുളിക്കാനുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞ് ഇതിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഇതിൽ ഇവിടുന്നായിരുന്നു നമ്മൾ കുളിച്ചത്. ഇതാണ് കുറച്ചും കൂടെ ആഴം കൂടിയത്. അപ്പോൾ നമുക്ക് മീൻ മസാജിൻ്റെ അടുത്തേക്ക് പോയേക്കാം. ഫിഷിൻ്റെ മസാജ് ഉണ്ട്, ഒരുപാട് സംഗതികളുണ്ട്. നമുക്ക് ഭക്ഷണത്തൊക്കെ പോയേക്കാം. ഒറ്റ സ്ഥലത്ത് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കുന്നതിന് പകരമായിട്ട് വ്യത്യസ്ത ആഴത്തിലും വ്യത്യസ്ത രൂപത്തിലും ഒരുപാട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി. ഇതുപോലെ ഇങ്ങനെ നല്ല ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ, എന്താ പിന്നെ പറയുക, ചെറിയ ടോക്കോ, ചെറിയ 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 ഇങ്ങനെ ചായ കടികൾ, അതുപോലെ ജ്യൂസ് അങ്ങനത്തെ കിട്ടുന്ന സ്ഥലങ്ങൾ, ഫുഡ് ഓരോരുത്തർ കഴിക്കണില്ലേ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഓരോ സ്ഥലങ്ങൾ ഉണ്ടാക്കി. പിന്നെ ഇതവർക്ക് ഫുള്ള് മരം, ഒരു സെറ്റപ്പ് മരമാണ്. ഇത് മരം എന്നൊക്കെ അറിയില്ല, അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാക്കിയിട്ടുള്ളത്. ഫുള്ള് മരങ്ങൾ, നേർമാടം പോലത്തെ സ്ഥലങ്ങളുണ്ട് ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇങ്ങനെ വിശാലമായി നീണ്ടു പോകുന്നുണ്ട്. ഓക്കെ മത അതിനാ. അപ്പോൾ ഏകദേശം അവരെ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതായാലും തിരിച്ചു പോകാനുള്ള പരിപാടികൾ നോക്കുകയാണ്. അതിന് മുമ്പ് ഇവിടുത്തെ രാജസ്ഥല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടോക്കട്ടെ. ഇതൊക്കെ ഭക്ഷണം കഴിക്കാനുള്ള സ്ഥലമാണിത്. ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് അങ്ങനെ കഴിക്കാം. ഈ കാല് വെള്ളത്തിലിട്ട് കഴിക്കാനാണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് നമ്മൾ ആദ്യം ഇരുന്നിരുന്ന സ്ഥലം പോലത്തെ സ്ഥലമുണ്ട്. അതിന് കാല് താഴ്ത്തിട്ട് ഇരുന്ന് കഴിക്കാം. അഥവാ ചെറിയൊരു സ്ഥലമാണെങ്കിൽ പോലും അവരതിനെ നന്നായിട്ട് ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നുള്ളതാണ്, മാറ്റിയെടുക്കുന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ കണ്ട ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് മീനിൻ്റെ മസാജിന് വേണ്ടിയിട്ടാണ്. മീനിൻ്റെ മസാജുള്ള സ്ഥലമാണ് തെറാപ്പി ഇക്കാൻ കണ്ടില്ലേ. തെറാപ്പി ഇക്കാൻ എന്ന് പറഞ്ഞാൽ, തെറാപ്പി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷാണല്ലോ, ഇക്കാൻ എന്ന് പറഞ്ഞാൽ ഫിഷ്. അപ്പോൾ അതാണ്. നമുക്ക് ഏതായാലും ഫ്രീ ആയിട്ട് ഒരു മീൻ മസാജ് ആസ്വദിക്കാനുള്ള അവസരമാണ്. അതാണ് നിങ്ങൾ കാണുന്നത്. ആൾക്കാർ എത്തിയിട്ടുണ്ട്. ഇതൊരു പ്രത്യേക മീനാണ്. ഈ മീനിൻ്റെ പേരൊന്നും അവരോട് ചോദിച്ചു, ഇവർക്ക് വലിയ ഐഡിയ ഒന്നുമില്ല. ഒരു തീം പാർക്ക് പോലെ രണ്ട് ഇതാക്കി ക്രമീകരിച്ച് കാണട്ടോ. നോക്കിയാൽ ഇതിൻ്റെ അപ്പുറത്തേക്ക് അങ്ങോട്ട് എൻ്റെ ബാക്കിൽ കാണുന്ന ഒരു തീം പാർക്ക് പോലത്തെ ഒരു സ്ഥലമാണ്. അത് ചെറിയ കുട്ടികൾക്ക് മാത്രമുള്ളത്. അത് അങ്ങനെ തന്നെ ക്രമീകരിച്ചിട്ട് ചെറിയ കുട്ടികൾക്ക് മാത്രം 15 വയസ്സോ അങ്ങനെന്തോ കണക്കുണ്ട്, അവർക്ക് മാത്രമായിട്ട് മാറ്റിയതാണ്. നേരെ മറിച്ച് ഇവിടെ ഇങ്ങോട്ടാണെങ്കിൽ എത്ര വലിയവർക്കും വരാം. വ്യത്യസ്ത
ആഴത്തിലുള്ള ഇത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ. എല്ലാവർക്കും കൂടി ഒരു പാർക്കിന് പകരമായിട്ട് ചെറിയവർക്കും വലിയവർക്കും വേറെ വേറെ പാർക്കാക്കുമ്പോൾ അതൊന്നുകൂടി അത് ബിസിനസ് തന്ത്രമാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ ചെറിയ കുട്ടികളെ കൊടുത്തിട്ട് നീന്തകം പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കാണുന്നുണ്ട്. നീന്തകം പഠിപ്പിക്കല്ല, ഒരു രസത്തിന് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചെറിയ കുട്ടികളങ്ങനെ നീന്തിപ്പിക്കണം. അതിന് ചെറിയ കുട്ടികൾക്ക് നീന്താനായിട്ട് ഒരുപാട് ആഴം കുറഞ്ഞ സ്ഥലങ്ങളുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ ചങ്ങായിമാർ കുറച്ച് വൈകുന്നേര കടികളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി രാഹുൽ tempe singkong ini bisa manis ini pedas. ഓക്കെ, ഒരു കുറച്ച് വൈകുന്നേര കടികളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് കഴിച്ചു നോക്കട്ടെ. സ്ഥലം നോക്കി എന്താ രസം നോക്കി. ഇവിടേക്കൊക്കെ നമുക്ക് പോകട്ടെ. ഇവിടേക്കൊക്കെ നിങ്ങൾക്ക് പോകണം. ഇവിടേക്കൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ പോകാം. ഇതിൽ കൂടെ ഇങ്ങനെ നടന്നു പോകാം. ചില ആളുകളുണ്ടായി നടന്നിങ്ങനെ പോയി നല്ല രസമാണ്. അഥവാ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ സാധാ ഒരു സ്ഥലം അവർ വെറുതെ വിടൂല. അവർ ടൂറിസത്തിന് ഏറ്റവും സൂട്ടബിളായ രൂപത്തിൽ മാറ്റിയെടുക്കുന്നുള്ളതാണ്. നമ്മുടെ നാട്ടിനൊക്കെ വലിയ മാതൃകയാണ്. ഒരുപാട് നല്ല സ്ഥലങ്ങളുണ്ട്, ആരും മെയിൻറ്റെയിൻ ചെയ്യാതെ ഒരുപാട് നല്ല രസമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊക്കെ. ഒരു സംഭവമില്ല. ടിക്കറ്റിന് ഒരു കൗണ്ടർ വെക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ടൂറിസത്തിൽ നിന്നുള്ള വരുമാനമൊന്നും അതിലേക്ക് ഇറക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എല്ലാവരും ഫുഡ് അടിയിലാണ് കേട്ടോ. വൈകുന്നേരമാണ്, ഓരോരുത്തർ തിരിച്ചു പോകാൻ തിരക്കിലാണ്. ഫുഡ് അടി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയ സാധനമാണ്.